പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും സന്തോഷത്തോടായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരമാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. 2 തിമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നാം അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നാം നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തത പലപ്പോഴും കാണിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു നാം അവിശ്വസ്തതയിൽ തുടരാതെ വിശ്വസ്തനായി ദൈവത്തെ പോലെ ആയിത്തീരണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ നല്ല ദിവസവും നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ, അവിശ്വസ്തതകൾ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാമോ? അത് നമുക്ക് ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ? ഈ നല്ല ദിവസം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. കർത്താവെ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം, എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ അവിശ്വസ്തതയെ മാറ്റി എന്നെ വിശ്വസ്തനാക്കണമെന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? ഈ നല്ല ദിവസം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരനായി സഹോദരിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും ഉയർച്ചകളും ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിലുള്ള അവിശ്വസ്തതകളെ മാറ്റി കർത്താവെ അവരെ വിശ്വസ്തരാക്കണം. അവരുടെ ജീവിതത്തിലുള്ള കുറവുകൾ അവർ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ വചനപ്രകാരം അവരുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് നീങ്ങുവാൻ അവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ ജീവിക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കണം. ഈ നല്ല ദിവസം പൈശാചിക ബന്ധനത്തിൽ നിന്ന് നിൻ്റെ മക്കളെല്ലാവരെയും വിടുവിക്കണം. അവരെ സ്വാതന്ത്ര്യത്തിലേക്ക്, സമാധാനത്തിലേക്ക് കർത്താവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനോർത്ത് നന്ദി. പ്രാർത്ഥനയേട്ടിരിക്കാൻ സ്തോത്രം. മാനവമഹത്വം കൊടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.